ഹലോ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു അഡീനിയം പ്ലാന്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ചട്ടിയൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ട്. കോഡറ്റ്സൊക്കെ ഏകദേശം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റ്സ് തന്നെയാണ്. അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അഡീനിയത്തിൻ്റെ പോട്ടിംഗ് മിക്സ് കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പം നമുക്കിന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഞാനിതിന് എടുക്കാറുള്ളത് എംസാൻഡാണ്. മണലാണ് ശരിക്കും നമുക്ക് വേണ്ടത്. എനിക്ക് മണൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എംസാൻഡും പിന്നെ ചാണകപ്പൊടിയും മണ്ണും. ഫസ്റ്റ് ഞാൻ പോട്ടി മിക്സ് ആയിട്ട് ഈ ഒരു 3 എണ്ണമാണ് കൊടുക്കാറുള്ളത്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അതിൽ ഞാൻ ഡെൻഡ്രോബിയം പറയുന്നതിന് പകരം അഡീനിയം എന്നാണ് പറഞ്ഞിരുന്നത്. അതിനെല്ലാവരുടെ അടുത്തും സോറി ചോദിക്കുകയാണ്. കാരണം ബൈ മിസ്റ്റേക്കിൽ സംഭവിച്ചു പോയതാണ്. ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം എനിക്ക് മനസ്സിലായത്. അതിനെല്ലാവരുടെ അടുത്തും ഫസ്റ്റ് തന്നെ ഞാൻ സോറി ചോദിക്കുകയാണ്. അപ്പം ഇത് ഞാനൊരു ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് ഞാനൊരു കമ്പ് നട്ടിട്ടാണ് ഈ ഒരു അഡീനിയം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ ആൾക്കാർ പറയാറുണ്ടല്ലേ, കമ്പ് നട്ടാൽ കോഡക്സ് ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഏകദേശം 4 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാവും. അത്യാവശ്യം കോഡക്സൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഓട്ട് കഷ്ണം ഫുള്ളും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി നമ്മളതിൻ്റെ ശരിക്ക് അതിലെ മണ്ണൊക്കെ കളഞ്ഞ് നമുക്ക് ശരിക്കും അത് കഴുകിയെടുക്കണം. അതിൽ ഉള്ളിലുള്ള മണ്ണോ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും നല്ല രീതിയിൽ നമുക്കത് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് അപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പുറത്തുള്ള ഈ കുഞ്ഞ് വേരുകളൊക്കെ നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനതിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. മേലുള്ള കുഞ്ഞ് വേരുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഈ കട്ട് ചെയ്തിട്ട് നമുക്ക് പുറത്ത് കാണുന്ന ഭാഗങ്ങളിൽ നമുക്ക് ശരിക്കും സാഫ് തേക്കണം. ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. പോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൽ സാഫ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ആ കട്ട് ചെയ്ത ഭാഗങ്ങളിൽ, ആ കുഞ്ഞു വേരുകൾ എടുത്ത ഭാഗങ്ങളിലാണെങ്കിലും നമ്മൾ സാഫ് ഇട്ട് കൊടുക്കണം. ഈ ഒരു ഹോള് അടയാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു ഓട്ടിൻ്റെ പൊട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ 3ഉം കൂടെ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യാണ്. എംസാൻഡും മണ്ണും അതേപോലെ വളപ്പൊടി 3ഉം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാനത് പോട്ട് മിക്സായിട്ട് യൂസ് ചെയ്യണത്. ഇതിൽ നമ്മൾ എംസാൻഡ് യൂസ് ചെയ്യുന്നതിനാ വെച്ചാൽ അഡീനിയത്തിന് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ കോഡറ്റ്സൊക്കെ ചീഞ്ഞ് പോകും. അതുകൊണ്ടാണ് നമുക്ക് മണലോ അല്ലെങ്കിൽ എംസാൻഡോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. കുറേ ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എംസാൻഡ് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി കേടുവരുമോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഇത്രയും കാലം അഡീനിയം ഞാൻ പോട്ട് ചെയ്തത് ഫുള്ളും എംസാൻഡിലാണ്. കാരണം എനിക്കിവിടെ മണൽ അവൈലബിൾ അല്ല. അതുകൊണ്ട് എംസാൻഡിൽ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ചട്ടി ഇതും സിമെൻറ്റിൻ്റെയാണ്, മണ്ണിൻ്റെ അല്ല. മണ്ണ് എനിക്കിവിടെ കിട്ടാനില്ല. ഓവൽ ഷേപ്പുള്ളതാണ്. അധികം ഹൈറ്റൊന്നുമില്ലാതെ നമുക്ക് അഡീനിയത്തിന് അധികം ഹൈറ്റ് ഇല്ലാണ്ട് പരന്ന ചട്ടിയാണ് നമുക്ക് എപ്പോഴും കോഡക്സ് നമുക്ക് ഭംഗി ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം, എപ്പോഴും നമ്മൾ കോഡക്സ് ഏറ്റവും മാക്സിമം മുകളിൽ കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളത് റിപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കുറച്ച് ഭാഗം മാത്രമേ മണ്ണിക്കടിയിൽ പോയിട്ടുള്ളൂ. ഈ ഇത്രയും കാണുന്ന ഈ കോഡറ്റ്സ് ഫുള്ളും നമുക്ക് ആ പഴയ ചട്ടിയിൽ ഉള്ളിലായിരുന്നു. ചട്ടിയൊക്കെ പൊട്ടി കുറേ ദിവസമായി ഞാൻ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ ഡിലേ ആയതാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. മുമ്പ് പറഞ്ഞ പോലെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻറ്റ്സുമായിട്ട് കൂടെ കൂടുക. ഓക്കെ, താങ്ക് യു.